രാജഭരണത്തിന്റെ തിരിശേഷിപ്പുകൾ ഉറങ്ങുന്ന വെങ്ങുനാടിന്റെ രാജ്യവീഥികളിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച പുതിയ യാത്രയ്ക്ക് രാജകീയ സ്വീകരണം. കളിച്ചാൽ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളെടുത്ത് അറബിക്കടലുകൾ അടഞ്ഞുടന്നാലും എടുത്ത നിലപാടുകളിൽ മാറ്റമില്ലെന്ന് വിളിച്ചു പറഞ്ഞ് ആവേശം നെയ്തിറങ്ങുന്ന ജനസാഗരങ്ങൾക്ക് നടുവിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന പുതിയ യാത്രയുടെ കടന്നു വരികയാണ്. ബഹുമാനായ ശ്രീ വി ഡി സതീശനാണ്. വി ഡി സതീശന്റെ ആരവത്തോടു കൂടി ആളുകൾ എഴുന്നള്ളിച്ചു കൊണ്ടുവരികയാണ്. ഈ ദാത ഞങ്ങൾക്ക് നൽകുന്ന ആവേശത്തേക്കാൾ കൂടുതൽ ഈ ദാത കൈക്കരാട്ടം കേൾക്കാൻ കാത്തു നിൽക്കുന്ന ആളുകൾക്ക് നെന്മാറ മണ്ഡലത്തിലെ കൊല്ലങ്കോടാണ് വി ഡി സതീശൻ നയിക്കുന്ന പുതുയുഗയാത്രയ്ക്ക് നെന്മാറ മണ്ഡലം UDF കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആവേശകരമായ സ്വീകരണം നൽകിയത്. വാദ്യാഘോഷങ്ങളോടെ ആവേശമലതല്ലുന്ന പ്രവർത്തകരുടെ മുദ്രാവാക്യം വിളികളോടെയാണ് ജാഥയെയും ജാഥ ക്യാപ്റ്റനെയും എതിരേറ്റ് വേദിയിലേക്ക് ആനയിച്ചത്. പൂച്ച പെറ്റുകിടക്കുന്ന ഖജനാവാണ് കേരളത്തിലെന്നും UDF അധികാരത്തിൽ വന്നാൽ വിദേശത്ത് ലഭിക്കുന്ന വിദ്യാഭ്യാസ സംവിധാനം കേരളത്തിൽ നടപ്പിലാക്കുമെന്നും വി ഡി സതീശൻ സ്വീകരണ യോഗത്തിൽ പറഞ്ഞു. അഴിമതിയിൽ മുങ്ങിക്കുളിച്ച LDF ഭരണത്തിന്റെ അന്ത്യനാളുകളാണ് ഇനി വരാൻ പോകുന്ന നാളുകളെന്നും UDF ഭരണം സുനിശ്ചിതമാണെന്നും വി ഡി സതീശൻ പറഞ്ഞു. ഒരു പുതുയുഗത്തിന് തുടക്കമിടണം എന്നാണ്. അതിന്റെ ആ പുതുയുഗത്തിന്റെ കാര്യങ്ങൾ വർത്തമാനം പറയാനാണ് ഈ യാത്രയുമായി ഞങ്ങൾ എത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവർ കേരളം തകർത്തു തരിപ്പണമാണ്. സകല മേഖലയിലും പരാജയമാണ്. സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ, KSEB, KSRTC, മെഡിക്കൽ സർവീസസ് കോർപ്പറേഷൻ, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി, അംഗൻവാടി ക്ഷേമനിധി ഉൾപ്പെടെയുള്ള 7 ക്ഷേമനിധികൾ എല്ലാം തകർത്തു തരിപ്പണമായി. 5 പൈസ ഖജനാവിലില്ല. ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ്. എവിടെയെല്ലാം ഇവർ കേരളത്തെ തകർത്തു തരിപ്പണമാക്കി അവിടെയെല്ലാം നമുക്ക് കേരളത്തെ പുനർജനിപ്പിക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഉള്ള കർമ്മ പരിപാടികളുമായി കഴിഞ്ഞ 2 വർഷക്കാലം കഠിനാധ്വാനം നടത്തി ഗവേഷണ തുല്യമായ ഗൃഹപാഠം ചെയ്ത് ലോകത്തെ വിവിധ ഭാഗങ്ങളിലുള്ള വിദഗ്ധരുമായി കൂടിയാലോചനകൾ നടത്തി സമഗ്രമായ പദ്ധതികളുമായിട്ടാണ് UDF വരുന്നത്. കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു മുന്നണി ഞങ്ങൾ മാനിഫെസ്റ്റോ വരുന്നു. ഞങ്ങൾ വിഷൻ ഡോക്യുമെന്റുകളുമായി ഞങ്ങൾ ഓരോ രംഗത്തും ഞങ്ങൾ എന്തു ചെയ്യും എന്നതിന്റെ കൃത്യമായ കോൺക്രീറ്റ് ആയ പദ്ധതികളുമായിട്ടാണ് വരുന്നത്. ഉദാഹരണം, ആരോഗ്യ കേരളം വെന്റിലേറ്ററിലാണ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലേ? എന്താ സ്ഥിതി? പരമദയനീയമാണ്. പറഞ്ഞു, കൈ പോയ ഒരു കുട്ടിയുടെ കാര്യം ഉൾപ്പെടെ പറഞ്ഞു. നമുക്ക് വെന്റിലേറ്ററിൽ കിടക്കുന്ന ആരോഗ്യ കേരളത്തെ ആരോഗ്യവതിയാക്കി കേരളത്തിലെ UDF നടത്തും. സ്വീകരണ യോഗം ബെന്നി ബെഹനാൻ ഉദ്ഘാടനം ചെയ്തു. ഐക്യജനാധിപത്യ മുന്നണി നെന്മാറ മണ്ഡലം കൺവീനർ KR പത്മകുമാർ അധ്യക്ഷനായി. ഷാഫി പറമ്പിൽ MP, ARM ഷെഫിൻ, തോമസ് ഉണ്ണിയാടൻ, സുധീഷ് കടന്നപ്പള്ളി, പാലക്കാട് DCC പ്രസിഡന്റ് A തങ്കപ്പൻ, UDF നെന്മാറ മണ്ഡലം കൺവീനർ ഇക്ബാൽ പുതുനഗരം എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.